ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള SCERT, NCERT, പഴയ SCERT, പുതിയ SCERT പ്ലസ് NCERT ക്വസ്റ്റ്യൻസ്, പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. 2 ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസം ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ NCERT ചാപ്റ്റേഴ്സ്, പുതിയ NCERT ചാപ്റ്റേഴ്സും തരുന്നുണ്ട്. SCERT ചാപ്റ്റേഴ്സ് നമ്മൾ എടുക്കാത്ത ചാപ്റ്റേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഏതൊക്കെയാണ് വീഡിയോസ് ചെയ്തതെന്ന് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പ്രധാനമായിട്ടും BSc പരീക്ഷയ്ക്ക് പഠിച്ചു വെച്ചിരിക്കേണ്ട NCERT ചാപ്റ്റേഴ്സാണ്. എല്ലാ ചാപ്റ്റേഴ്സും വായിക്കാൻ പറ്റുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ വായിച്ചു പോകാം. അല്ലാതെ നമുക്ക് സിലബസ് ബേസ്ഡ് ആയിട്ട് വരുന്ന പ്രധാനമായിട്ടും പഠിക്കേണ്ട NCERT ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് ജിയോഗ്രഫിയാണ്. +1 ജിയോഗ്രഫിയിലെ പാർട്ട് 1 ഭൗതിക ഭൂമിശാസ്ത്രം, അതായത് വേൾഡ് ജിയോഗ്രഫി ഉണ്ടല്ലോ. വേൾഡ് ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന ചാപ്റ്റേഴ്സാണ്. വേൾഡ് ജിയോഗ്രഫി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ്സുകൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ആദ്യത്തെ 2 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാപ്റ്റർ 1 പറയുന്നത് ഭൂമിശാസ്ത്രം എന്ന പഠന വിഷയമാണ്. ജസ്റ്റ് എന്താണ് ഭൂമിശാസ്ത്രം എന്നവിടെ പറയുന്നുണ്ട്. ഇനി 3ാമത്തെ ചാപ്റ്റർ ഭൂമിയുടെ ഉള്ളറയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്കറിയാം SCERTയിലും ഈ ഭൂമിയുടെ ഉള്ളറയെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പഠിക്കുന്ന വേൾഡ് ജിയോഗ്രഫിയിലും എന്നാണ് ഈ ഒരു ടോപ്പിക് വരുന്നുണ്ട്. ചാപ്റ്റർ 4 സമുദ്രങ്ങളുടെയും വൻകരകളുടെയും വിതരണം. ചാപ്റ്റർ 5 ധാതുക്കളും ശിലകളും. ചാപ്റ്റർ 7 ഭൂരൂപങ്ങളും അവയുടെ പരിണാമവും. ചാപ്റ്റർ 8 അന്തരീക്ഷം, ഘടകങ്ങളും ഘടനയും. ചാപ്റ്റർ 9 സൗരവികിരണം, താപസന്തുലനം, ഊഷ്മാവ്. ചാപ്റ്റർ 11 അന്തരീക്ഷത്തിലെ ജലം. ചാപ്റ്റർ 13 13ാമത്തെ ചാപ്റ്റർ ജലം, സമുദ്രങ്ങൾ. 14ാമത്തെ ചാപ്റ്റർ സമുദ്ര ചലനങ്ങൾ. 12ാമത്തെ ചാപ്റ്റർ ലോക കാലാവസ്ഥയും കാലാവസ്ഥാ വ്യതിയാനവും. നെക്സ്റ്റ് +1 ജിയോഗ്രഫി 2ാമത്തെ പാർട്ടിലാണ് ഇന്ത്യൻ ജിയോഗ്രഫിയെ കുറിച്ച് പറയുന്നത്. ഇന്ത്യൻ ജിയോഗ്രഫിയിൽ നമ്മൾ ആദ്യത്തെ 3 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എടുക്കാത്ത ചാപ്റ്റേഴ്സ് ഞാൻ എടുത്ത് തരുന്നതായിരിക്കും. ഇതിൻ്റെ റിവിഷൻ നോട്ടൊക്കെ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു, കണ്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്ത്യൻ ജിയോഗ്രഫി ചാപ്റ്റേഴ്സ് ഒറ്റ ക്ലാസ്സിൽ എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും 6 ചാപ്റ്റർ ഉണ്ട്. ഈ 6 ചാപ്റ്ററിൻ്റെയും പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട നോട്ട്സ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ 1ാമത്തെ ചാപ്റ്റർ എന്താണ്? ഇന്ത്യയുടെ സ്ഥാനമാണ്. 2ാമത്തെ ചാപ്റ്റർ ഘടനയും ഭൂപ്രകൃതിയും. 3ാമത്തെ ചാപ്റ്റർ നീരൊഴുക്ക് വ്യൂഹം. 4ാമത്തെ ചാപ്റ്റർ കാലാവസ്ഥ. 5ാമത്തെ ചാപ്റ്റർ നൈസർഗിക സസ്യജാലങ്ങൾ. 6ാമത്തെ ചാപ്റ്റർ മണ്ണ്. ഇനി +2 ജിയോഗ്രഫി നോക്കുകയാണെങ്കിൽ 2ാമത്തെ ഭാഗത്ത് 2ാമത്തെ പാർട്ടിൽ വരുന്ന ചാപ്റ്റേഴ്സാണ്. ഇപ്പോൾ ഭൂവിഭവങ്ങളും കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്നത് ചാപ്റ്റർ 7 ധാതു വിഭവങ്ങളും ഊർജ്ജ വിഭവങ്ങളും. 8ാമത്തെ ചാപ്റ്റർ ഉൽപാദന വ്യവസായങ്ങൾ. 10ാമത്തെ ചാപ്റ്റർ ഗതാഗതവും വാർത്താവിനിമയവും. 11ാമത്തെ ചാപ്റ്റർ അന്താരാഷ്ട്ര വ്യാപാരം. 12ാമത്തെ ചാപ്റ്റർ തിരഞ്ഞെടുക്കപ്പെട്ട ചില പ്രശ്നങ്ങൾ. പിന്നെ അധ്യായം 5 ഭൂവിഭവങ്ങളും കൃഷിയും പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് വീണ്ടും എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് പഠിക്കാം. നെക്സ്റ്റ് +2 പൊളിറ്റിക്സിൽ രാഷ്ട്രമീമാംസ. അവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അധ്യായം 1 രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ. അതുപോലെ അധ്യായം 3 ആസൂത്രിത വികസനത്തിൻ്റെ രാഷ്ട്രീയം, പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അധ്യായം 4 ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ. നെക്സ്റ്റ് +2 പൊളിറ്റിക്സ് ചാപ്റ്റർ 1 ചാലഞ്ചിങ് നാഷണൽ ബിൽഡിംഗ്, രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെ ആസൂത്രിത വികസനത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ. പിന്നെ ജനാധിപത്യ ക്രമത്തിൻ്റെ പ്രതിസന്ധി, അടിയന്തരാവസ്ഥ. പിന്നെ അന്താരാഷ്ട്ര സംഘടനകൾ ചാപ്റ്റർ 15. നെക്സ്റ്റ് +1 ഇന്ത്യൻ എക്കോണമിയിലെ അധ്യായം 1 സ്വാതന്ത്ര്യലബ്ധിക്കാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. അധ്യായം 2 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 1950-1990. അധ്യായം 3 ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. അധ്യായം 4 ദാരിദ്ര്യം. ഓക്കെ, നമുക്ക് ഈ ഒരു ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ബ്രീഫ്, ഇപ്പോൾ ഇത് നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചിരിക്കുന്ന ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ചെറിയൊരു ക്യാപ്സ്യൂൾ റിവിഷൻ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട ചാപ്റ്റേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ എന്തായാലും കാണാം കേട്ടോ. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് തന്നെയാണ് അതിൽ എടുത്ത് പറയുന്നത്. നമുക്ക് PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. നെക്സ്റ്റ് അത് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കുന്ന ചാപ്റ്റേഴ്സ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാം കേട്ടോ.
ഇനി +2 മാക്രോ എക്കണോമിക്സ് പാർട്ട് 2 ചാപ്റ്റർ 2 ദേശീയ വരുമാനം കണക്കാക്കൽ, പിന്നെ ചാപ്റ്റർ 2 ദേശീയ വരുമാനം കണക്കാക്കൽ, ചാപ്റ്റർ 3 പണവും ബാങ്കിങ്ങും, ചാപ്റ്റർ 6 ഓപ്പൺ എക്കോണമി മാക്രോ എക്കണോമിക്സ് അതായത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും തുറന്ന സമ്പദ്വ്യവസ്ഥയും. ഇനി +2 ഹിസ്റ്ററിയിൽ ഇന്ത്യ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കുന്ന ചാപ്റ്റേഴ്സാണ് 10, 11, 12, 13 ചാപ്റ്റേഴ്സ്. ഇനി കേരള ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആധുനിക പൂർവ്വ കേരളം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. ചാപ്റ്റർ 14ാമത്തെ ചാപ്റ്ററാണ്. നെക്സ്റ്റ് 15ാമത്തെ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ കേരളം ആധുനികതയിലേക്ക് എന്നാണ് ആ ഒരു ചാപ്റ്ററിൻ്റെ പേര്. അതും നമ്മൾ ഇത് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി +2 ബയോളജി നോക്കുകയാണെങ്കിൽ പ്രത്യുൽപാദന മനുഷ്യനിൽ 3ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്റർ 4 എന്താണ് റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് പ്രജനനാരോഗ്യം. ചാപ്റ്റർ 8 മനുഷ്യൻ്റെ ആരോഗ്യവും രോഗങ്ങളും. പിന്നെ ബാക്കി 13, 14, 15, 16 ചാപ്റ്റേഴ്സ് വരുന്നത് EVSുമായി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അതും കാണാനായിട്ട് ശ്രമിക്കുക, പഠിക്കുക. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. +2 ബയോളജി ചാപ്റ്റേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എക്കണോമിക്സ് വേൾഡ് ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കുന്ന പോയിന്റ്സ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാ ചാപ്റ്റേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ഓരോ കേരള ഹിസ്റ്ററി, ഇന്ത്യ ഹിസ്റ്ററി ഒക്കെ നമ്മൾ 2 ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ ജോഗ്രഫി നമ്മൾ എടുത്ത് കുറച്ച് ചാപ്റ്റേഴ്സ് അല്ലേ 3 ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്ന് ആഡ് ചെയ്യുക കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആ ഒരു ക്ലാസ് കണ്ടാലും മതി. അതിൽ നമ്മൾ പ്രധാനമായിട്ടും വരുന്ന ചാപ്റ്റേഴ്സ് ഫസ്റ്റ് തന്നെ എന്താണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടെ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ടോപ്പിക് വൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് ആയിട്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസം ഓരോ PYQ പേപ്പർ വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതിൽ നമ്മൾ നോട്ട്സുകളൊക്കെ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു PDF ഞാൻ അതിലിടാം.